ഗൈസ് മിനിബോർഡിലെ സ്വാഗതം. ഇന്നൊരു സ്ഥലത്തോട്ട് വന്നേക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. നന്ദി ഹിൽസാണ്. കുറേ ലെന്തുള്ള വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ ലെന്ത് കുറവായിരിക്കും, അതറിയില്ല. നമുക്ക് എടുക്കണ പോലെ ഇരിക്കും. കുറേ നടക്കാനുണ്ട്, കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അടിപൊളി സ്ഥലമാണെന്ന് തോന്നുന്നു. ബാംഗ്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത്. നന്ദി ഹിൽസ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു നോക്കി തന്നെ നമുക്ക് കിട്ടും. അടിപൊളി പ്ലേസാണ്. നമുക്ക് ആദ്യമായിട്ട് ഞാൻ വരുന്നത്, നിങ്ങളൊന്ന് കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ഫുള്ളും കാണണം കേട്ടോ. കാണാതിരിക്കരുത്, മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതെനിക്ക് ഇത് ഉറപ്പുണ്ട് കണ്ടിട്ട് പോകുന്നത്. അപ്പോൾ കുറേ നാളത്തെ ശേഷമാണ് ഞാനൊരു ബ്ലോഗായിട്ട് വരുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടന്നാലോ. ഇപ്പോൾ ഉണ്ടല്ലേ ഇത് ഒളിവ് കൊണ്ടിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലല്ല, കേരളത്തിലല്ല. ഇത് എവിടെയാണ്? കൊച്ചിയിലോ? ബാംഗ്ലൂർ റോഡ് നന്ദി ഹിൽസിലോട്ട് പോകുന്നു. മല കയറി പോകണം. നമ്മളെ വാഗമണ് കയറുന്ന പോലെയൊക്കെ വഴികളാണ്. വാഗമണ് ഇതിനൊക്കെ മോശം വഴിയാണ്. ഇത് നല്ല അടിപൊളി സ്ഥലമാണ്. അയ്യോ, അതിലേ ചേർത്താനേ പയ്യ ഡ്രൈവർ പ്രോ ഡ്രൈവറാണ് ഗൈസ്. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ട് ഗൈസ്. S24 ക്യാമറ. അമ്മേ ഗൈസ്, ടിക്കറ്റ് കൗണ്ടറിലൂടെ ഞങ്ങൾ പോവുകയാണ്. ഞാൻ ടിക്കറ്റ് കൗണ്ടർ കന്നഡയിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. തിരക്കാണ് ഗൈസ്. ഞായറാഴ്ച ഞങ്ങൾ വന്നേക്കുന്നത്. അതിനകത്തില്ല. ഇതാണ് ഗൈസ് ഇവിടുത്തെ റേറ്റ്. ബൈക്കിൻ്റെ റേറ്റ് അല്ലേ അത്? ಅಲ್ಲ ಜನ ಟಿಕೆಟ್ 20. മലയാളത്തിൽ എഴുതി കൊടുക്കണ കന്നഡയിലൊക്കെ പറയാൻ. ടിക്കറ്റ് എത്രയാ? 20 ടിക്കറ്റിന് 16 രൂപ അഡീഷണൽ തന്നെ. GST ആണോ? പാർക്കിങ്ങും ഉണ്ട്. കൊടുത്ത തിരക്കാണ് ഗൈസ്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തോട്ട് പോവാണ്. നല്ല ക്രൗഡാണ് ഗൈസ്. പുരാതനമായ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറ്റും. വണ്ടി എടുക്കാമെന്ന് തോന്നുന്നു. ബൈക്ക് എവിടെ കയറാം? ഇവിടുത്തെ സ്ഥലങ്ങളാണ് ഗൈസ്. ഗൈസ്
ഇവിടെ വെള്ളമുണ്ട് ഗൈസ്, ഇവിടെ കുളമാണ് ഗൈസ്. കുളം കണ്ട് അയ്യോ ബാഗ് മാറ്റി കേട്ടെ, ബാഗോട് കൊണ്ടുപോകും. ഗായ്സ് കുരങ്ങൻ്റെ കളിയാണ് ഞങ്ങൾ ഗായ്സ്. ഇവിടെ മൊത്തം കുരങ്ങാണ്. കൊള്ളാതെ ഈ മീനൊക്കെ ഉണ്ട് അതിനകത്ത്. മീനെന്തത് വെള്ളത്തിൻ്റെ? എൻ്റെ ഗൈഡാണ് ഗൈസ് ഫ്രണ്ടിൽ പോകുന്നത്. ഗൈഡ് എന്ന് പറഞ്ഞാൽ വീഡിയോ വരരുതെന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ ഞാൻ ബാക്ക് മാത്രമേ എടുക്കാനുള്ളൂ. ബാക്ക് മാത്രം എടുത്താൽ കുഴപ്പമുണ്ടോ? ആ റോഡല്ല, അത് താഴത്തോട്ട് പോകണ വഴിയല്ലേ? എന്നെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു ഗൈസ്. ഇവിടെ ക്യാമറ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. എന്തോ പറയുന്നു ഗൈസ്. ഓ മൈ ഗോഡ്. ഇവിടെ കഥയ്ക്കാൻ തുടങ്ങി ഗൈസ്. ഇവിടെ ബാഗുണ്ട് തന്നെ, അല്ലെ ഞാൻ സുഖമായിട്ട് പോയേനെ. ബാഗ് വെച്ച് നടന്നേ. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നു ഗൈസ്. 5 മണിയാകുമ്പോഴോ? ഇപ്പം എത്ര മണി? 4 മണിയാവാറായി. നോക്കട്ടെ, ഇവിടുത്തെ അടിപൊളി പൂവൊക്കെ ഉണ്ടോ? തമിഴ്നാട്ടിൽ ബന്ദി ആണെങ്കിൽ ഇവിടുത്തെ എന്തോ ആ ബന്ദി ഉണ്ടല്ലോ. ബന്ദി പറഞ്ഞപ്പോൾ തന്നെ ബന്ദി കിട്ടും. കണ്ടു ഗൈസ്, ബന്ദിയിൽ ഫോട്ടോ എടുക്കട്ടെ. പുലിയൊക്കെ ചാടി വരുമോ? ഇല്ലില്ല. കണ്ടോ ഗൈസ്, ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ലൊരു വിഷയലാട്ടോ. ഓ ഗൈസ്, ഇത് കണ്ടോ ഗൈസ്. ഇങ്ങനെ ഒരു വട്ടം ഇങ്ങനെ വന്ന് നോക്കണം, മിസ് ചെയ്യരുത്. പണ്ട് പിന്നെ നോക്കണം, പറ്റില്ല കേട്ടോ. ഇതാണ് വിസിൽ, നമ്മളിവിടെ നിന്ന് കാണുന്ന വിസിൽ. കൊള്ളാലേ? ബാംഗ്ലൂർ സിറ്റി മൊത്തം ഉണ്ടല്ലേ? കൊള്ളാം. നടക്കാം. വാ, വളർന്നാലും അവിടെ എത്തില്ലാൻ പറ്റുള്ളൂ. ഇത് താഴത്തോട്ടാണ് ഇനി ഞാൻ നടന്നു നോക്കട്ടെ. ഇവിടെ എന്തോ അറബിയിൽ എഴുതിയിട്ടുണ്ട്. അറബിയിലൊന്നും വായിച്ചത് കന്നഡയൊന്നുമല്ല, അത് അറബിയാ. അത് ട്രെയിൻ പോണതാ. അത് കണ്ടോ? ചെറിയതാ, സൂം ചെയ്യാൻ പറ്റുന്നില്ല. അൾട്ര ഉണ്ടായിരുന്നു. ഇപ്പം എവിടെയുണ്ട്? അൾട്ര ഉണ്ടായിരുന്നു, സൂം ചെയ്യായിരുന്നു. തെന്നി പോവാൻ നമ്മൾ സൂക്ഷിച്ച് നടക്കുന്നില്ല. കുറച്ച് നടക്കാനുണ്ട് ഗൈസ്. ബസ്സൊക്കെ ഉണ്ട്. ബസ്സിലില്ലാതെ നമ്മൾ നടക്കുമ്പോൾ ഒരു വേറൊരു ഫീലാണ് ഗൈസ്. നടക്കുമ്പോൾ വേറൊരു ഇതിൻ്റെ ആയിരിക്കും. നമ്മൾ കാഴ്ചകൾ കണ്ടുണ്ട് ഗൈസ്. ഇവിടെ നല്ല ഫോട്ടോ എടുക്കുന്ന പൂക്കൾ കണ്ടോ ഗൈസ്. നടക്കുന്ന പൂക്കളൊക്കെ ഉണ്ട്.
ഇത് എവിടെ നോക്കിയാലും നല്ല ഫ്രെയിമുകൾ. ഇവിടെ സിനിമ ഷൂട്ട് ചെയ്തതാണ് അല്ലേ? പഴയ ഷാറുഖ് ഖാൻ്റെ ഒക്കെ പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും, പാട്ട് സീനൊക്കെ എവിടെയൊക്കെ. എന്നാ പോയി നോക്കിയാലോ? വയ്യാത്തോണ്ടല്ലേ. ടോയ്ലറ്റൊക്കെ ഉണ്ട്. അറ്റാ ടോയ്ലറ്റ്. ഇവിടെ ഒരു അമ്പലമുണ്ട് ഗൈസ്. അമ്പലത്തിൻ്റെ പേരൊന്നും ചോദിക്കാറിയില്ല. നന്ദി ഹിൽസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ബോർഡ് കാണാൻ ആദ്യം ബോർഡുണ്ട് ഗൈസ്. ഇവിടെ ബോർഡുണ്ട്. വാഴയിട്ട് ഞാൻ ക്ലാരിറ്റിയില്ല. ആ ബോർഡൊന്ന് കാണിച്ചു വെച്ചിട്ട് എന്നിട്ട് ഉണ്ടോ ഗൈസ്? എന്നെക്കുറിച്ച് കുറേ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നന്ദി ഹിൽസ്. നന്ദി ഹിൽസ് ഇത് അമ്പലത്തിൻ്റെ അടുത്താണ് ഗൈസ്. അമ്പലമുണ്ട്. മൊത്തം ഫാമിലിയാണ് ഗൈസ്. എടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അമ്പലമൊക്കെ കൊണ്ടിട്ട് മൊത്തം കൊള്ളാല്ലേ ഗൈസ്. നമുക്ക് നോക്കി അങ്ങനത്തെ തൊഴിയുന്ന കഴിഞ്ഞാൽ നല്ല രസമുണ്ടല്ലേ. നമ്മളാദ്യം ഒരു ട്രിപ്പ് പോയ സ്ഥലം, മറ്റേ സ്ഥലത്തിൻ്റെ പേരും മറന്നുപോയി. മറ്റേ കാറ് കയറ്റിയ പരസ്യം കയറ്റിയ ആ സ്ഥലത്തിൻ്റെ പേരിനായിരുന്നു. കാറിൻ്റെ പേരിനായിരുന്നു സാമിയില്ല. ഇതെവിടെ പോയാലും നല്ല വ്യൂ കിട്ടണേ. ഇപ്പുറത്താണോ? എല്ലായിടത്തും പോയി കിട്ടും. ചായ കുടിക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്ത്, പക്ഷേ അവിടെ മൊത്തം ക്രൗഡ് ഫാമിലി മൊത്തമായിരുന്നു, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അതാണ്. ഇതുകൊണ്ട് മഞ്ഞ് മേലെ നിൽക്കണുണ്ടാവും. മഴ പെയ്യാൻ നിൽക്കുവാണ് ഗൈസ്. നല്ല മഴക്കാറുണ്ട്. നല്ല രസമല്ലേ കാണാൻ. ഇവിടെയും കുരങ്ങനുണ്ട് ഗൈസ്. സൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. നടക്കുന്നുണ്ട്. ഇതൊരു വഴി കടന്നില്ലെങ്കിൽ തെരഞ്ഞടിച്ച് വീഴും ഗൈസ്. വഴി ഇങ്ങനെയാണ് ഗൈസ്. റോഡല്ല, വഴി. ഇങ്ങനെ നടന്ന് പോകണം. ഗൈസ്. ഞാൻ ഒത്തിരി മിണ്ടാത്തെന്ന് പറഞ്ഞാൽ മൈക്കും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എന്ത് മിണ്ടും. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ തന്നെ. നന്ദി ഹിൽസ് എന്നാണ് പേര് പറയണത്. കണ്ടോ? കൊള്ളാല്ലേ ഗൈസ്. വട്ടത്തിൽ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ? ലൈറ്റ് കുറവിടെ. രാവിലെ വെളുപ്പിനൊക്കെ വരുവാണെങ്കിൽ മഞ്ഞ് കയറി അവിടെ നിന്ന് മഞ്ഞിങ്ങനെ കയറി തന്നെ ഫീലിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഇല്ലിക്കല്ലിലൊക്കെ പോണ പോലത്തെ ഫീലിംഗ് ഒക്കെ ഉണ്ടാവുന്നു ഗൈസ്. അതുകൊണ്ട് ഗൈസ് നല്ല കാറ്റ് ഗൈസ്. കണ്ടോ മല ഉണ്ടോ? എന്താണ് പറയാന്ന് തോന്നുന്നത്? 15 വർഷം വന്നത് നല്ല പറഞ്ഞേ. എത്ര വന്നാലും മതിയാവില്ല, പക്ഷേ എന്ത് ഇതൊക്കെ കയറ്റാണോ? നിസ്സാര കയറ്റം. എനിക്ക് മടുത്തു പോലുമില്ല. അല്ല ഗൈസ്, കണ്ടോ മഞ്ഞ് മലയുടെ പുറകിൽ, മലയുടെ പൊക്കത്ത് കണ്ടോ മേഘം നിൽക്കണ, മുട്ടി നിൽക്കണ പോലെ. അവിടെയോ? സ്ഥലം മേടിക്കായിരുന്നല്ലോ ഇവിടുത്തെ. നല്ല സ്ഥലങ്ങൾ. ഇവിടെ ഒരു സ്ഥലം മേടിച്ചാലോ? ക്രിക്കറ്റ് കളിയോ? നടന്ന്
പൊക്കത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെ മാച്ചിന്റെ ഒരു വീഡിയോ എടുത്തില്ലല്ലോ നിങ്ങളുടെ എടുത്തില്ല. എന്തെടുക്കായിരുന്നു മാച്ചിന് ഇതെന്തിനു കൊണ്ടുവന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തുന്നില്ലേ? ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല, വീഡിയോ എടുക്കണ്ടേ കളിക്കണമെങ്കിൽ. ഞാൻ ഇച്ചിരി പ്രോ വീഡിയോക്കാരായതുകൊണ്ട് ഭയങ്കര ഡിമാൻഡാണ്. ഭയങ്കര ഡിമാൻഡ്. ഞാൻ ഫാൻസ് ഉള്ളതല്ലേ, ഫാൻസുകാർ ഇവിടെ ചോദിക്കും, പറയൂ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യൂ ഫാൻസുകാർ. ഇത് കൊള്ളാം ഗൈസ്, ഇത് കണ്ടു നോക്ക് ഗൈസ്. ന്യൂ വ്യൂ വീട് ഇട്ടില്ല, ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണുന്ന ഇതാണ് ആൻഡി ഹിൽസ്. ഹലോ ഗായ്സ്, ഇത് കണ്ടു ഗായ്സ്, ഇതാണ് വ്യൂ. നമ്മൾ ഇച്ചോളം കയറി പോവാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, മലയാളികളെല്ലാം ഉണ്ട്. അത് തിരിച്ചറിയാൻ പറ്റില്ല ഉള്ളൂ. അടിയിൽ താഴെ പോയി നല്ല വ്യൂ കേട്ടോ. ചേച്ചി താഴത്ത് നോക്കി ഗൈസ്, ഒത്തിരി വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലേസാണ് കേട്ടോ. കൊള്ളാലേ. അവിടെ നിന്ന് വെയിലടിക്കുന്നുണ്ടോ, മേഘത്തിൻ്റെ ഇടയ്ക്ക് വഴി വെയിലടിക്കുന്നുണ്ടോ, നല്ല വ്യൂ അല്ലേ. ഗായ്സ് ഇത് കണ്ടോ ഗായ്സ്, ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങി ഗായ്സ്. കുരങ്ങനെ ഇരിക്കുന്നുണ്ടോ, കൈയും കെട്ടി. റിസ്കി എലമെൻ്റ് ആയിരിക്കും ഇത്, ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം. തെന്നി കിടക്കുമല്ല, എന്നാലും നമ്മൾ തെന്നും. ഷൂട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സെറ്റപ്പായിരിക്കും, നടക്കാൻ എളുപ്പമായിരിക്കും. എന്ത് ഫ്രെയിമാണ് ഗൈസ്. ഇവിടെ ഞാൻ ഒരു സിനിമ എടുക്കണം. ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ എത്ര രൂപയായിരിക്കും സിനിമയൊക്കെ എടുക്കണമെങ്കിൽ? പൈസ കൊടുക്കണ്ടല്ലോ, ആരും അറിയാൻ. ഇപ്പം മറ്റേ ക്യാമറ എല്ലാം എടുത്തുകൊണ്ട് വരണ്ടേ, അപ്പം നമ്മൾ പിടിക്കും. ഓ അല്ല, ബസ്സിൽ എത്തണ മുമ്പ് നമ്മൾ അവിടെ നിന്ന് വരണ്ടേ. എടുക്കാം. നല്ലൊരു ഫ്രെയിമാണ് ഗൈസ്. നമ്മൾ ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഒരു ഗുഗയുടെ അകത്ത് വഴി പോകുന്നു. ഗുഗയല്ല, ഇതിനകത്തോട്ട് പോകുന്നു. പാമ്പിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്, പാമ്പുണ്ടോ കണ്ടോ ഗൈസ്. ഇതാണ് അമ്മ. നമ്മൾ ഇറങ്ങി തന്നെ സ്ഥലം, ഇതോടെ ഇറങ്ങി തന്നെ ഉണ്ട്. പൊട്ടാ അവിടെ ഇറങ്ങി തന്നെ റോഡ്. എൻ്റെ ഫാൻസ് വെറുതെ ഇരിക്കില്ല കേട്ടോ. കൊടി വെച്ചാലോ അവിടെ ഷർട്ട് വരും, എന്നിട്ട് കൊടിയായിട്ട് വെക്കും. അത് 4 മിനിറ്റ് ഉള്ളൂ ഗായ്സ്. ഇത്രയും പേരുണ്ട് ഗായ്സ് അവിടെ തിരക്ക്. ഞാൻ ബ്ലോഗ് എടുക്കട്ടെ, ഇത് എന്താ എൻ്റെ വീഡിയോ. കുറേ നാൾ ശേഷം എൻ്റെ വീഡിയോയിൽ എന്തൊരു വീഡിയോ തന്നെ ഗൈസ്. സപ്പോർട്ട് ചെയ്യണം. എന്നെ പെടുത്തില്ലെന്നോ എന്താണെന്നറിയില്ല, ക്യാമറ എന്ന് പറഞ്ഞാൽ പേടിച്ചു പോകും പിള്ളേർ. എൻ്റെ ക്യാമറ വിത്തേച്ച് എന്താ ഭയം ഇരിക്കണം. ചേട്ടനവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊരു വരുവാണെങ്കിൽ ഒരു 3-6 വൈബ് കിട്ടും. ഇവിടെ താഴെ വന്നാൽ എന്താ കണ്ണടയിൽ എഴുതിച്ചണേ, ഗൂഗിൾ ലെൻസ്, ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ഇവിടെ എത്ര വർഷമായി കണ്ണടയിൽ ഒരു ഫോട്ടോ. ഇതെന്താ ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോവാണ്. എന്താ ടിപ്പു എന്നല്ലേ പറഞ്ഞിപ്പേ, വേറെ വല്ലതായിരിക്കും. ഇപ്പോൾ ഇന്ന് കാടിൻ്റെ ഉള്ളിൽ വഴി നമ്മൾ നടക്കുവാണ് ഗൈസ്. ഉള്ളിലോട്ട് പോകണോ? താഴെത്തി പെട്ടെന്ന് ഗൈസ്. ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ട്. വേണ്ട പേടിയാണ്. എങ്ങനെ അതിൻ്റെ അത് റിവർ എന്ന് പറഞ്ഞാൽ കാണാൻ പോ. പേടിയുള്ള ആരുടെ കൂടെ വന്നത്. ഗൈസ് നല്ലൊരു ഫ്രെയിമാണ് ഗൈസ്.
എയർപോർട്ട് സ്ഥലമാണ്. ഞാൻ ലൊക്കേഷൻ കൊടുത്തേക്കാം ഇവിടുത്തെ. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇവിടെ ഒത്തിരി മലയാളികൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലൊരു വൈബായിരിക്കും സ്ഥലം. കൂട്ടുകാരായിട്ട് വരിക. ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ടാണ് കേട്ടോ. ലവേഴ്സായിട്ടും വരാം, കപ്പിൾസായിട്ട് വരാം, അല്ലേ, ഫാമിലി ആയിട്ടും വരാം. താഴത്തോട്ട് എത്താറായി. നമ്മൾ പാർക്കിംഗ് നേരത്തെ കണ്ട പാർക്കിംഗ് നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ എൻ്റെ വീഡിയോ കാണാൻ പറ്റും, നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്ദി ഹിൽസ് എന്ന് പറഞ്ഞാൽ ഈ അത്ര വേണ്ട, അത്ര ഫാൻസ് വേണം. ലൈക്ക് കിട്ടുമെന്നോ? എത്ര സബ്സ്ക്രൈബ് കിട്ടും? ആരും ചെയ്യില്ലേ? ഇതൊരു കൂടിപ്പോയാൽ 1,00,000 പേര് വേണോ? ഇവിടെ വന്നിട്ട് ഒരു സൺഡേ സാറ്റർഡേ വന്നിട്ട് ചെയ്താൽ മതിയില്ലേ? നീ ചെയ്യാത്തെന്താ? ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഈ കാഴ്ചകൾ. നിങ്ങൾ കുറേ പേര് വന്നിട്ടുണ്ടാവും ചിലപ്പം. ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്ഥലത്തിൻ്റെ പേരും ലൊക്കേഷനൊക്കെ ഞാൻ താഴ്ത്തിട്ടേക്കാം. നന്ദി ഹിൽസാണ്. അടിപൊളി ബാംഗ്ലൂരാണ്. അടിപൊളി ക്ലൈമറ്റും മഞ്ഞും. നമ്മളൊരു ഊട്ടിയിലും മൂന്നാർ വന്നതിനേക്കാളും കൂടുതൽ ഒരു ഫീലാണ് വരുന്നത് നമ്മളിവിടെ വരുമ്പോൾ. ബാംഗ്ലൂർ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അടിപൊളി സ്ഥലമായിരുന്നു. നമുക്ക് എൻജോയ് ചെയ്ത് കൂട്ടുകാരായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കപ്പിളായിട്ടോ വരാം. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാം. അപ്പോൾ കുറച്ച് വിലയേ ഉള്ളൂ. പൈസ 20-30 ആണ്ടുള്ളൂ. ബൈക്കോടും കൂട്ടി കുറച്ചുകൂടും പൈസ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ വന്ന് നോക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.